കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ഷെല്ലുകളെയാണ് പരിചയപ്പെട്ടത് അല്ലേ. എസ്, പി, ഡി, എഫ് മുതലായ സബ്ഷെല്ലുകളെ കണ്ടു. അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി കൂടാതെ ഓരോ സബ്ഷെല്ലും വളരെ കൃത്യമായിട്ട്, അതായത് ഷെല്ലിനനുസരിച്ച് സബ്ഷെല്ല് എങ്ങനെ ക്രമീകരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, എന്താണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം. ഷെല്ലുകളിൽ ഇലക്ട്രോണിനെ ക്രമീകരിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ട്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ വിളിക്കുകയാണ് എന്ത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദാറ്റ് ഇസ് the arrangement of electrons in different subshell based on their energy. അതായത് സബ്ഷെല്ലിന്റെ ഊർജ നിലയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇലക്ട്രോണിനെ കൊടുക്കാനായിട്ട്. മുന്നത്തെ ക്ലാസ്സിൽ കെയിലും എല്ലിലും എമ്മിലും എന്നിലും ഒക്കെ ഇലക്ട്രോൺ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഊർജ നില കൂടി വരുന്ന രീതിയിലല്ലേ. അതായത് കെയിൽ നിന്ന് എല്ലിലേക്ക് പോകുമ്പോൾ ഊർജം കൂടി, എല്ലിൽ നിന്ന് എമ്മിലേക്ക് പോകുമ്പോൾ ഊർജം കൂടി. ആ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ക്രമീകരിച്ചത്. അതുപോലെ തന്നെയാണ് സബ്ഷെല്ലിൻ്റെ കേസിലും. സബ്ഷെല്ലിൻ്റെ ഊർജം, എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ആരെ കൊടുക്കാൻ പാടുള്ളൂ? ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഓർഡർ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. കെയുടെ സബ്ഷെല്ല് 1s അല്ലേ, 1s ഞാൻ എഴുതുകയാണേ, 1s. എല്ലിൻ്റെത് 2s, 2p, 2s, 2p. പിന്നീട് 3s, 3p, 3d. 4s, 4p, 4d. 4d കഴിഞ്ഞാൽ ആരും കൂടെ ഉണ്ട്? 4f കൂടെ ഉണ്ട്. ഇതിന് താഴോട്ട് സബ്ഷെൽസ് ഇല്ലേ? സബ്ഷെൽസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ വർഷം ഉപയോഗിക്കുന്ന സബ്ഷെല്ല് മാത്രമാണ് ഞാൻ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എനർജിയുടെ ഓർഡറാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ആദ്യം ഇലക്ട്രോണ് 1sലേക്ക് വേണം കൊടുക്കാനായിട്ട്. 1sൽ ഇലക്ട്രോൺ പൂർണ്ണമായും നിറഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഫിൽഡ്, ദാറ്റ് മീൻസ് എസ് സബ്ഷെല്ലിന് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകണം? 2sലേക്ക് പോകണം. 2sന് ശേഷം 2p, 2pക്ക് ശേഷം 3s. 3sൽ ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ പൂർണ്ണമായും നിറഞ്ഞാൽ ഇലക്ട്രോൺസ് പോവേണ്ടത് 3pയിലേക്കാണ്. 3pക്ക് ശേഷം ശ്രദ്ധിക്കുക, 3pക്ക് ശേഷം ഇലക്ട്രോൺ പോകേണ്ടത് 4sലേക്കാണ്. അതിനുശേഷം മാത്രമേ 3dയിൽ ഇലക്ട്രോൺ കൊടുക്കാൻ പാടുള്ളൂ. ഈ രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ 5s ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം 1sൽ ഇലക്ട്രോൺ നിറഞ്ഞാൽ 2sലേക്ക്, 2sൽ ഇലക്ട്രോൺ നിറഞ്ഞാൽ 2pയിലേക്ക്, 2pയിൽ ഇലക്ട്രോൺ നിറഞ്ഞാൽ 3s, 3sന് ശേഷം 3pയിൽ, 3pക്ക് ശേഷം 4sലേക്ക്, 4sന് ശേഷം 3dയിലേക്ക്. അതായത് ഏറ്റവും എനർജി കുറവ്, ലോവർ എനർജി ആർക്കാണ്? 1sനാണ്. ഇനി നമുക്കൊരു മാറ്റം, ഒരു ചേഞ്ച് എവിടെയാണ് നമ്മൾ കാണുന്നത്? 4sൻ്റെയും 3dയുടെയും കേസിലാണ്. 4sൻ്റെയും 3dയുടെയും കേസിൽ. അതായത് 4sഉം 3dയും പരിഗണിക്കുമ്പോൾ ആർക്കാണ് ഊർജം കുറവ്? ആർക്കാണ് ഊർജം കുറവ്? 4sനാണ് 3dയേക്കാളും എനർജി കുറവ്. അപ്പം ഇവരുടെ എനർജി വൈസ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? ശ്രദ്ധിക്കൂ, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പൂർണ്ണമായിട്ടും വേണ്ടത്. 1s, 1sന് ശേഷം 2s,
2sന് ശേഷം 2p, then 3s, ഇതൊന്നും മാറിപ്പോവില്ല. 3sന് ശേഷം 3p. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. ദാറ്റ് ഈസ് 4s and finally the 3d. ഈ രീതിയിൽ ഇങ്ങനെ സബ്ഷെല്ലിനെ ഇങ്ങനെ ക്രമീകരിക്കുക. ഓക്കെ, 1s, 2s, 2p, 3s, 3p, 4s and 3d. ഇവിടെ വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സബ്ഷെല്ല്. അപ്പോൾ ഇവിടം വരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തെ എലമെന്റ് ഹൈഡ്രജൻ, അറ്റോമിക് നമ്പർ 1. ഈ അറ്റോമിക് നമ്പർ എഴുതേണ്ട കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ. എവിടെ എഴുതും? നമ്മൾ ഇങ്ങനെ എഴുതൂല, ഇടതുഭാഗത്തടിയിലായിട്ട്. ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ആ ഒരു ഇലക്ട്രോണിനെ വേണം എവിടെ കൊടുക്കാൻ? സബ്ഷെല്ലിൽ കൊടുക്കാൻ. ആദ്യത്തെ സബ്ഷെല്ല് 1s ആണ്. ഈ 1sലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കാൻ പോവാണ്. ഇലക്ട്രോൺ എഴുതുമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എസിന് മുകളിലായിട്ട് ആ ഒരു ഇലക്ട്രോണിനെ കാണിക്കാം. ഇനി ഇതെങ്ങനെയാ വായിക്കുക? 1s1, 1s1. ഇനി രണ്ടാമത്തെ ആള് ഹീലിയാണ്. ഹീലിയത്തിന് 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺസ്. ആ 2 ഇലക്ട്രോൺസിന് നമുക്ക് കൊടുക്കണ്ടേ? അതിനു വേണ്ടി ആരെ എടുക്കും ആദ്യം? 1sനെ തന്നെ. 1sൽ ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സബ്ഷെല്ല് പരിഗണിക്കാൻ പാടുള്ളൂ. ഈ 1sലേക്ക് 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ പോവാണ്. കൊടുത്തു ഞാൻ. അപ്പൊ എന്ത് വായിക്കും ഇത്? 1s2, 1s2 അല്ലേ? അപ്പം എസിന്റെ കപ്പാസിറ്റി ഇവിടെ കഴിഞ്ഞൂലേ. ഇനി മൂന്നാമതൊരു എലമെന്റ് വരിക, ലിഥിയാവട്ടെ. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3. അപ്പോൾ ലിഥിയത്തിന്റെ കയ്യിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 3 ഇലക്ട്രോൺസിനെ വേണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ആദ്യത്തെ സബ്ഷെല്ല് 1s ആണ്. 1sൽ മാക്സിമം 2 ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞു. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. 1s2, 1s2. എസിന്റെ കപ്പാസിറ്റി പൂർത്തിയായി. 1sന്റെ കപ്പാസിറ്റി കഴിഞ്ഞതുകൊണ്ട് ആരെ തിരഞ്ഞെടുക്കണം നമ്മൾ ഇനി രണ്ടാമതായിട്ട്? 2sനെ. ഇനി 2sൽ 2 കൊടുക്കാനുണ്ടോ? ഇല്ല. ഈ 2ഉം കഴിഞ്ഞ് 1 അവശേഷിക്കുന്നു. ആ 1നെ 2sന് മുകളിൽ കൊടുക്കുന്നു. അപ്പം നമ്മുടെ ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദാറ്റ് മീൻസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2, 2s1, 1s2, 2s1. ക്ലിയർ ആണോ? ഇനി ഞാൻ സോഡിയത്തിന് എടുക്കട്ടെ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോ 11 സോഡിയം, അതായത് സോഡിയം കണ്ടെയ്ൻ 11 ഇലക്ട്രോൺസ്. ഈ 11 ഇലക്ട്രോൺസിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്? ദാറ്റ് ഈസ് 1s2, 2s2, അതായത് 2s ഫില്ലായി. നെക്സ്റ്റ് വൺ ഇസ് 2p, 2p6. അപ്പം 6 + 2 + 2, that means 10 ഇലക്ട്രോൺസ്. ഇവിടെ നമ്മൾ 10 ഇലക്ട്രോൺസ് ഉപയോഗിച്ചു. അവിടെ 1 ഇലക്ട്രോൺ ബാക്കി നിൽക്കുന്നു. 2pയുടെ കപ്പാസിറ്റി മാക്സിമം എത്രയാണ്? 6 ആണ്. അത് പൂർത്തിയായാൽ 2p കഴിഞ്ഞാൽ ഫില്ല് ചെയ്യേണ്ട സബ്ഷെല്ല് 3s ആണ്. ആ 3sലേക്ക് വന്നു. 3sൽ ഇനി എത്ര ഇലക്ട്രോൺ കൊടുക്കണം? ഒരൊറ്റ ഇലക്ട്രോൺ കൊടുത്താൽ മതി. സോ ദ സോഡിയം ഹാവ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദാറ്റ് മീൻസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1. ഓക്കെ, 1s2, 2s2, 2p6, 3s1. ഇനി നോക്കൂ, ഇതിൻ്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുകയെന്ന്. ഈ 1s എന്ന് പറയുന്ന ഷെല്ല്, 1s എന്ന് പറയുന്ന സബ്ഷെല്ല് ഏത് ഷെല്ലിൻ്റെ സബ്ഷെല്ലാ? ഇറ്റ് ഇസ് കെ ഷെൽ അല്ലേ? കെയുടെ സബ്ഷെല്ലാണ് 1s. അടുത്തത് നമ്മുടെ 2sഉം 2pയും ആരുടെ സബ്ഷെല്ലാ? എല്ലിൻ്റെതാണ്. 3s ആരുടെ സബ്ഷെല്ലാ? എമ്മിൻ്റെതാണ്. നോക്കൂ, കെയിൽ 1s ആണ്. 1sൽ എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺസ്. ആ കെയിലുള്ള ഇലക്ട്രോൺ ആണ് എഴുതിയത്. കെയിൽ 2 ഇലക്ട്രോൺ. ഇനി എല്ലിൽ 2s ഉണ്ട്, 2pയും ഉണ്ട്. ഇവിടെ 2, ഇവിടെ 6. ദാറ്റ് മീൻസ് 2 + 6
L contain 8 electrons and finally the 3s contain 1 electron. അതെവിടെ കൊടുക്കണം? M ഷെല്ലിൽ കൊടുക്കണം. നോക്കൂ, നമ്മൾ മുന്നേ പഠിച്ച സോഡിയത്തിൻ്റെ 281 കോൺഫിഗറേഷൻ ആണ് സബ്ഷെൽ വൈസ് എഴുതിയത്. എങ്ങനെ? 1s2 2s2 2p6 3s1. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലായില്ലേ എന്താ? യഥാർത്ഥത്തിൽ ഇലക്ട്രോൺസ് സബ്ഷെല്ലിലേക്കാണ് പോകുന്നത് അല്ലേ? അതായത് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ കാണുന്ന മേഖലയാണ് യഥാർത്ഥത്തിൽ എന്ത് എന്ന് പറഞ്ഞാൽ സബ്ഷെൽ എന്ന് പറയുന്നത്. അതായത് ഈ സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യത കൂടുതൽ. ദാറ്റ് മീൻസ് മാക്സിമം പ്രോബബിലിറ്റി എന്ന് നമ്മൾ പറയും. മാക്സിമം പ്രോബബിലിറ്റി, ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത കൂടുതലുള്ള റീജിയനാണ് എന്ത്? സബ്ഷെൽ. ഓക്കെ അല്ലേ? ഇനി മറ്റൊരാളിലേക്ക് ആരെ എടുക്കാം? നമുക്ക് ക്ലോറിനെ എടുക്കാം. ഓക്കെ, ക്ലോറിൻ Cl ആണ് അതിൻ്റെ സിമ്പിൾ. 17 ആണ് അറ്റോമിക് നമ്പർ. ദാറ്റ് മീൻസ് ക്ലോറിൻ കണ്ടെയ്ൻസ് 17 ഇലക്ട്രോൺസ്. ഈ 17 ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഫസ്റ്റ് സബ്ഷെല്ല് 1s അല്ലേ? 1sൽ എത്ര ഇലക്ട്രോൺസിനെ കൊള്ളും? 1s2. അതായത് 1sനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 2 ഇലക്ട്രോൺസ്. 1s ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 2s2 then 2p6 2p6 കഴിഞ്ഞാൽ 3s2 3s2 കഴിഞ്ഞാൽ 3p അല്ലേ? നോക്കൂ, എത്ര ഇലക്ട്രോൺസ് നമ്മൾ കൊടുത്തു എന്നറിയണം. 2 4 10 12. ഇനി 12 എണ്ണം നമ്മൾ ഉപയോഗിച്ചു. ഇനി എത്ര അവശേഷിക്കുന്നു? 5 ഇലക്ട്രോൺസ് അല്ലേ? ഈ 5 ഇലക്ട്രോൺസിനെ എവിടെ കൊടുക്കണം? 3pയിൽ കൊടുക്കണം. So the configuration is like this: 1s2 2s2 2p6 3s2 3p5. എങ്ങനെയാ ഷെൽ വൈസ് ഇത് മാറ്റുക? നോക്കൂ, കെ ഷെല്ലിൻ്റെ 1s അല്ലേ? അപ്പോൾ അവിടെ 2, എല്ലിൻ്റെ 2s ഉം 2pയും മാറും, രണ്ടും 8 ഇലക്ട്രോൺ. 3s2 3p5 5ഉം 2ഉം 7. ഇങ്ങനെയല്ലേ നമ്മൾ മുന്നേ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ് വരെ നമുക്ക് എന്തേ അറിയുണ്ടായിരുന്നുള്ളൂ? 287 ആണ് ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിലൊരു മാറ്റം വന്നു. എന്താണ് ആ മാറ്റം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ദാറ്റ് ഈസ് 1s2 2s2 2p6 3s2 and 3p5. Okay, then 18 argon. 18 ആർഗൺ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6. പിടിയിട്ടുന്നുണ്ടോ എഴുതുന്ന കാര്യം? 1s2 2s2 2p6 3s2 3p6 ആയോ? 18 ഇലക്ട്രോൺസ് ആയോ? 2 4 10 12 6 18 18 ഇലക്ട്രോൺസ് ആയി. ഓക്കെ അല്ലേ? ശരി, ഇനി നമ്മൾ നമ്മളെ പൊട്ടാസ്യത്തിലേക്കും കാൽസ്യത്തിലേക്കും വരാൻ പോവുകയാണ്. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ, പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ് അല്ലേ? 19 ഇലക്ട്രോൺസ്. ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ദിസ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറെൻറ്റ് സബ്ഷെൽ നോക്കാം. എങ്ങനെ കൊടുക്കാം? 1s2 then 2s2 2p6 3s2 3p6 1s2 2s2 2p6 3s2 3p6. ഇവിടെ വരെ 18 ഇലക്ട്രോൺസ്. നമുക്കിത് മതിയോ? അല്ല, 18ൻ്റെ കൂടെ ഒരു ഇലക്ട്രോണിനെ കൂടി കൂട്ടണം. നോക്കൂ, 3pയുടെ കപ്പാസിറ്റി ഇവിടെ പൂർത്തിയായിരിക്കുന്നു. കാരണം പിക്ക് എത്ര ഇലക്ട്രോൺസിനെ വരെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? 6 വരെ മാത്രമേ പറ്റുള്ളൂ. ഇനി വരുന്ന ഒരു ഇലക്ട്രോണിനെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഏത് സബ്ഷെല്ലാണ് ചൂസ് ചെയ്യേണ്ടത്? ഏത് സബ്ഷെല്ലാ? 3D ആണോ 4s ആണോ? നമ്മൾ എന്താ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്? 3Dയേക്കാളും എനർജി, ലോവർ എനർജി ആർക്കാ വരുന്നത്? 4sനാണ്. അതായത്
3pയിൽ നിറഞ്ഞതുകൊണ്ട് അടുത്ത സബ്ഷെല്ലായിട്ട് ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? 4s ആണ്. ആ റിമൈനിങ് ഇലക്ട്രോണിനെ എവിടെ കൊടുക്കുക? 4sൽ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ കിട്ടും? 1s2 2s2 2p6 3s2 3p6 4s1. ഓക്കെ, ഇനി നോക്കേണ്ട കാര്യം, നമ്മൾ തുടങ്ങിയ ക്ലാസ്സിൽ, നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 എന്നാണ്. അതായത് ബോർ റൂൾസ് അല്ലെ ബോർ മോഡൽ അനുസരിച്ച് എം ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റിയെ പരിഗണിക്കാതെ നമ്മൾ ഏത് ഷെല്ലിനെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? എൻ ഷെല്ലിനെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നോക്കൂ നിങ്ങൾ. ഇവിടെ 1s എന്ന് പറയുന്നത് കെയുടേതല്ലേ? കെക്ക് എത്ര ഇലക്ട്രോണ്? 2 ഇലക്ട്രോണ്. 2sഉം 2pയും നോക്കൂ, 2 + 6 8 ഇലക്ട്രോണ്. 3sഉം 3pയും മാത്രമാണ് ആരുടെ ഷെല്ല്? എമ്മിൻ്റെത്. 3sഉം 3pയും മാത്രമാണ് എമ്മിൻ്റെ സബ്ഷെല്ലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 + 6 എത്രയായിട്ട് മാറി? 8 ആയിട്ട് മാറി. ഫൈനലി ദ എൻ ഷെൽ കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണ് സബ്ഷെല്ലുകളിലേക്ക് പോയതുകൊണ്ടാണ് നമ്മൾ കെയുടെ ഷെൽ വൈസ്, പൊട്ടാസ്യത്തിൻ്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നത്? 2881 എന്ന് എഴുതുന്നത്. 2881 എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ്? സബ്ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് കടന്നു ചെന്നിട്ടുള്ളത്. ഇനി ഇതേപോലെ കാൽസ്യം എഴുതിയാൽ കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 ആൻഡ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p6 3s2 3p6 ഫൈനലി ദ 4s2. നോക്കൂ, കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 8, എന്നിൽ 2. എങ്ങനെയാ എഴുതിയ മനസ്സിലായിട്ടുണ്ടല്ലോ? 2 ഇവിടെ, 2 + 6 8 ആയിട്ട് മാറി, 2 + 6 8 ആയിട്ട് മാറി, ആൻഡ് ദെൻ 2 അങ്ങനെ തന്നെ എഴുതി. അതുകൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ ഇലക്ട്രോണിക് ഷെൽ വൈസ് കോൺഫിഗറേഷൻ നമ്മൾ ഇത്ര നാളും എങ്ങനെയാണ് എഴുതിയത്? 2882 എന്നാണ് എഴുതിയത്. എന്തുകൊണ്ടാണെന്നറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നതിൻ്റെ ഉത്തരം ഇവിടെ കിട്ടിയല്ലോ. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? എങ്ങോട്ടേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? സബ്ഷെല്ലിലേക്കാണ്. അവിടെയാണ്, ഷെല്ലിനുള്ളിൽ സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ടീച്ചർ 1 മുതൽ 20 വരെ കൃത്യമായിട്ട് എല്ലാം എഴുതിയിട്ടില്ല, ചില എലമെൻറ്റ്സ് എടുത്ത് എഴുതിയെന്ന് മാത്രം. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ വർക്കാണ് പറയുന്നത്. 1 മുതൽ 20 വരെയുള്ള അറ്റോമിക് നമ്പർ അല്ലേ, 1 മുതൽ 20 വരെയുള്ള എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 1 മുതൽ 20 വരെയുള്ള എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോട്ടിലേക്ക് എഴുതി വെക്കണം. അത് ആദ്യത്തെ വർക്കാണ്, വർക്ക് നമ്പർ 1. ഒന്നാമത്തെ വർക്ക്, റൈറ്റ് the subshell electronic configuration of subshell electronic configuration of subshell electronic configuration of elements up to 20. Write the subshell electronic configuration of elements up to calcium. Up to calcium. Okay. Write the subshell electronic configuration of elements up to calcium. That means Z is equal to 1 to 20. 1 to 20. Okay. അപ്പം ആ വർക്ക് കൃത്യമായിട്ട് ചെയ്ത് നോട്ടിൽ വെക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ
നമുക്കത് ഓരോന്നായിട്ട് എടുത്ത് പറയാം. നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 20 വരെ നിങ്ങൾക്ക് എപ്പോഴും പരിചയമുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. 20 വരെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ, അതായത് 9th നിങ്ങൾ പഠിച്ചു. ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 21 മുതൽ 30 വരെയുള്ള എലമെൻറ്റ്സിനെ ഒന്ന് പരിചയപ്പെടണം. 21 മുതൽ 30 വരെ. 21ാമത്തെ ആള് കുറച്ചൊരു പ്രയാസം ഉണ്ടാകും, എന്നാലും ശ്രദ്ധിച്ചിരിക്കുക. സ്കാൻഡിയം. 21ാമത്തെ ആള് സ്കാൻഡിയം. സിമ്പിൾ ഇങ്ങനെയാണ്, SC. 22 ടൈറ്റാനിയം, TI. അടുത്ത ആള് വനേഡിയം, V. 24 ക്രോമിയം, 24 ക്രോമിയം, CR. 25 മാംഗനീസ്, Mn. 21 സ്കാൻഡിയം, 22 ടൈറ്റാനിയം, 23 വനേഡിയം, 24 ക്രോമിയം, 25 മാംഗനീസ്. ദെൻ 26 വളരെ കോമൺ ആയിട്ടുള്ള ആളാണ്, വളരെ പരിചിതമായ ആളാണ്, അയൺ. ദ സിമ്പിൾ ഈസ് Fe. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, അയൺ, Fe. 27 കൊബാൾട്ട്, CO. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, CO ഇങ്ങനെ ഒപ്പം എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കാർബൺ മോണോക്സൈഡ്, ഇറ്റ്സ് എ പോയ്സണസ് ഗ്യാസ്. അപ്പോൾ എഴുതിയത് നോക്കണം, CO. ഇറ്റ് ഇസ് കൊബാൾട്ട്. Then 28 nickel, Ni. 29 copper, Cu. Finally the 30 zinc, Zn. അത്ര പരിചയമില്ല അല്ലേ, എന്നാലും ഒരു തവണ കൂടി കേട്ട് നോക്കുക. 21 സ്കാൻഡിയം, 22 ടൈറ്റാനിയം, 23 വനേഡിയം, 24 chromium, 25 manganese, 26 iron, 27 cobalt, 28 nickel, 29 copper and 30 zinc. ഇത്രയും ആളുടെ കൂടി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിക്കണം. ദാറ്റ് മീൻസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം. ആദ്യത്തെ ആള് 21ാമത്തെ ആള് സ്കാൻഡിയമാണ്. 21 അറ്റോമിക് നമ്പർ. എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? 1s2, 2s2, 2p6, 3s2, 3p6. 3p6 കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇവിടം വരെ എത്ര ഇലക്ട്രോൺ ആയി? 10, 12, 18, 18 ഇലക്ട്രോൺസ് ആയി. ഇനി 3 എണ്ണം കൂടി വേണം. 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പോവേണ്ടത് ഏത് സബ്ഷെല്ലിലേക്കാണ്? 4s സബ്ഷെല്ലിലേക്കാണ്. എത്ര ഇലക്ട്രോൺ പോയി? 2 ഇലക്ട്രോൺ പോയി, 2 ഇലക്ട്രോൺ. എന്നാലും 1 അവശേഷിക്കുന്നു. ആ 1 4s കഴിഞ്ഞാൽ ഏതിലേക്കാണ് പോവേണ്ടത്? 3Dയിലേക്കാണ് പോവേണ്ടത്. പൂർത്തിയായി എന്ന് വിചാരിക്കല്ലേ. സോ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. ഇവിടെ ഒരു ചെറിയ മാറ്റം പറയുന്നത് ശ്രദ്ധിക്കൂ. നമ്മൾ എഴുതിയത് ഇത് എനർജിയുടെ ഓർഡറിലാണ്, എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ക്രമീകരിച്ചത്. യഥാർത്ഥത്തിൽ ഈ സബ്ഷെല്ലുകളെ എന്തിനനുസൃതമായി എഴുതണം? ഷെല്ലിനനുസൃതമായിട്ട് എഴുതണം. ഓക്കെ, എന്തുള്ളത് കൊണ്ട് 3D എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇവരെ എഴുതേണ്ടത് ഷെല്ലിൻ്റെ ഓർഡറില്ല. അപ്പോൾ ഷെല്ലിൻ്റെ ഓർഡറിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചോ. 1s അല്ലേ, കേക്ക് 1s, അവിടെ ഒരു മാറ്റമില്ല. 1s2, 2s2, 2p6,
3s2 3p6 എന്തുമാത്രം എഴുതി വെക്കുക, 3D എന്ന് എഴുതി വെക്കുക. തൊട്ടിപ്പുറം ആരെ എഴുതുക, ഫോറസിന് എഴുതുക. ദാറ്റ് മീൻസ് കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, ഇത് എൻ ഷെല്ല്. ഈ ഓർഡറിൽ എഴുതണം എന്നാ പറഞ്ഞത്. ഇനി ഇലക്ട്രോൺസ് കൊടുക്കുമ്പോൾ, ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ആദ്യം ഇലക്ട്രോൺ എന്തിലും മാത്രമേ കൊടുക്കാവൂ, ഫോറസിൽ മാത്രമേ കൊടുക്കാവൂ. ഫോറസിൽ ഇലക്ട്രോണ് കൊടുത്തതിന് ശേഷം ഏതിലേക്ക് പോവുക, 3Dയിലേക്ക് പോവുക. ഫോറസിൽ എത്ര ഇലക്ട്രോൺ വരെ കൊള്ളും, 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോറസ് ടു 3D1, ഫോറസ് ടു 3D1. ബുദ്ധിമുട്ടുണ്ടോ? എഴുതുമ്പം എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞത്, ഷെല്ലനുസരിച്ച് എഴുതണം. ഇലക്ട്രോൺസ് കൊടുക്കുമ്പോൾ എനർജി വൈസിൽ കൊടുക്കണം. എഴുതുമ്പോൾ ഷെല്ലിൻ്റെ ഓർഡറിൽ എഴുതുക, ഇലക്ട്രോൺസിനെ എനർജിക്കനുസരിച്ച് കൊടുക്കുക. So we have the configuration like this: 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. ഞാൻ ചോദിക്കട്ടെ, ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് വന്നു ചേർന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് വന്നു ചേർന്നത്? ഇറ്റ് ഇസ് 3D സബ്ഷെല്ലിലേക്കാ. ഫോറസിലേക്കാണോ? അവസാനം നമ്മൾ എഴുതിയത് ഫോറസ് എന്നാണെങ്കിലും ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടേക്കാ വന്നത്? 3Dയിലേക്കാ വന്നത്. കാരണം എനർജി ആർക്ക് കുറവാണ്? ഫോറസിന് കുറവാണ്. അതുകൊണ്ട് ഫോറസിൽ ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം മാത്രം ആരിലേക്ക് ഇലക്ട്രോൺ പോവുക? 3Dയിലേക്ക് ഇലക്ട്രോൺ പോവുക. ഒരു ഉദാഹരണം കൂടി എഴുതാം നമുക്ക്. ടൈറ്റാനിയം എഴുതി നോക്കുക നമ്മൾ. TI ടൈറ്റാനിയം 22, 1s2, 2s2, 2p6, 3s2, 3p6, 3d4s എന്ന് നമ്മൾ എഴുതും. ആദ്യം ഇലക്ട്രോൺ എവിടെ കൊടുക്കണം? ഫോറസിൽ കൊടുക്കണം 2. ശേഷം എത്ര എണ്ണം അവശേഷിക്കുന്നുണ്ട്? 2 എണ്ണം അവശേഷിക്കുന്നുണ്ട് അല്ലേ? 2, 4, 10, 12, 18, 20, 22 ഇലക്ട്രോൺ. 3d2, 4s2. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അടുത്ത 23ാമത്തെ ആൾ എഴുതി നോക്കാം നമുക്ക്. 23 ആരാ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം ആണ് അല്ലേ? വനേഡിയം 23. 1s2, 2s2, 2p6, 3s2, 3p6, 3d4s. ഫോറസിൽ എത്രയാ? 2 അല്ലേ? ഇനി 3Dയിലേക്ക് 3 കടന്നു വരുന്നു. 3d3, 4s2. 24 ക്രോമിയം. അവിടെ നിൽക്കട്ടെ, ഇയാൾ ഇലക്ട്രോൺ വിന്യാസം ഞാനിപ്പോൾ എഴുതുന്നില്ല കേട്ടോ. 24 ക്രോമിയം അവിടെ മാറ്റി നിർത്തുകയാണ് ഞാൻ. 25ാമത്തെ ആൾ എഴുതുകയാണ്. 25 മാംഗനീസ് ആണ്. മാംഗനീസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6 അല്ലേ? 6 എണ്ണത്തിൻ്റെ പരമാവധി ഉൾക്കൊണ്ടു. അതുകൊണ്ട് അടുത്തത് 3s2, 3p6, 3d5, 4s2, 3d5, 4s2, 3d5, 4s2. മാംഗനീസ് കഴിഞ്ഞാൽ അയൺ ആണ്. അയണിൻ്റെത് 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2, 3d6, 4s2. സംശയമുണ്ടോ? 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. ഡിയിൽ എത്ര വരെ കൊള്ളും? ഡിയിൽ 10 വരെ കൊള്ളും. അപ്പോൾ 10 വരെ ഇലക്ട്രോൺ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം, ഡിയിൽ തന്നെ കൊടുക്കാം അല്ലേ?
അയേൺ കഴിഞ്ഞാൽ 27ാമത്തെ ആള് കൊബാൾട്ടാണ്. കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d7 4s2 3d7 4s2. അപ്പം നമ്മൾ ഒരാളെ എഴുതാണ്ട് അവിടെ വിട്ടിട്ടില്ലേ, അതാരായിരുന്നു? ക്രോമിയമാണ്. 24 ക്രോമിയമാണ്. ഇനി 28 നിക്കൽ. എങ്ങനെ എഴുതും? 1s2 അല്ലേ, 1s2. അടുത്തയാള് 2s2, അടുത്തയാള് 2p6, അടുത്തയാള് 3s2, പിന്നീട് 3p6 3d8 4s2 3d8 4s2 3d8 4s2. നിങ്ങൾ കൂട്ടി നോക്കണം കേട്ടോ. 3d8 4s2. അപ്പോൾ 24 ക്രോമിയത്തിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ വേറൊരാളെ മാറ്റി വെക്കാൻ പോവാണ്, കോപ്പർ. അപ്പോൾ ക്രോമിയത്തിനെ മാറ്റി വെച്ചു, കോപ്പർ 29നെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ 30ാമത്തെ ആളെ എഴുതുക. 30 സിങ്ക. 1s2 2s2 2p6 3s2 3p6 3d10 4s2. അതായത് ഡിയുടെ മാക്സിമം കപ്പാസിറ്റി അവിടെ കഴിഞ്ഞു അല്ലേ. ഡിക്ക് പരമാവധി 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ സിങ്ക് വെച്ച് അവിടെ അവസാനിപ്പിച്ചു. എഴുതിയത് ക്ലിയർ ആണല്ലോ. ഇനി ഇങ്ങനെ രണ്ടുപേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പെക്യുലാരിറ്റി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. പെക്യുലാരിറ്റി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സ്പെഷ്യാലിറ്റി, പെക്യുലാരിറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. അപ്പം നമ്മൾ ഇലക്ട്രോണിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. എങ്ങനെ കൊടുക്കും? 1s2 2s2 2p6 3s2 3p6 3d ആണല്ലേ എഴുതേണ്ടത്. 4s4sൽ 2 ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആയി? 20 ഇലക്ട്രോൺസ് ആയി. 4 ഇലക്ട്രോൺസിനെ എവിടെ കൊടുക്കും? 3dയിൽ കൊടുക്കും. നമ്മൾ എങ്ങനെയാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഇത്ര നേരവും പഠിച്ചത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അവസാനത്തെ കോൺഫിഗറേഷൻ ഇങ്ങനെയല്ലേ, d4s2 എന്നല്ലേ, അതായത് 3d4 4s2 എന്നല്ലേ. ഇനി ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് മാക്സിമം 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതായത് d10 മാക്സിമം പരമാവധി 10 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡി ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ്. എന്താ പറഞ്ഞത്? ഹാഫ് ഫിൽഡ്, പകുതി നിറഞ്ഞത്, ഹാഫ് ഫിൽഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് d5. ഓക്കെ. ആൻഡ് ദെൻ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് എന്ന് പറയുമ്പോൾ എത്ര പരമാവധി എത്ര കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? d10 വരും. അതായത് ഡി സബ്ഷെല്ല് ഹാഫ് ഫിൽഡ് ആയി കിടക്കുന്നതോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി കിടക്കുന്നതോ ഹൈലി സ്റ്റേബിൾ ആണ്, സ്ഥിരത കൂടിയതാണ്. അതായത് എല്ലാ എലമെൻസും, ഓൾ ദ സ്പീഷീസ്, എല്ലാ ആളുകളും അവനവൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ എലമെൻറ്റ്സ്, നമ്മൾ ആറ്റങ്ങളും, അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അങ്ങനെ അവരുടെ കോൺഫിഗറേഷൻ ഏറ്റവും സ്റ്റേബിൾ ഫോമിൽ കിടക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുമ്പം നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കൂ, 3d4 4s2 എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്നതെങ്കിൽ അതെന്താണ്? തെറ്റാണ്. അപ്പം എങ്ങനെ എഴുതണം നോക്കൂ. ഇവർ 3dയും 4sഉം തമ്മിൽ കുറച്ചൊരു
ചെറിയൊരു എനർജീൻ്റെ ഒരു വ്യത്യാസമുള്ളൂ. അവരെന്ത് ചെയ്യും? റീഅറേഞ്ച്മെൻറ്റ് നടത്തും. അവരെന്ത് ചെയ്യും? പുനഃക്രമീകരിക്കും. എങ്ങനെ പുനഃക്രമീകരണം നടക്കും? എന്ന് വെച്ചാൽ ആ മാറ്റമാണ് D4S2 എന്നെഴുതിയത് എന്തായി മാറും? D5-4S1 എന്നായി മാറും. എന്തായി മാറും? D4S2 എന്നെഴുതിയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായി മാറും? 3D5-4S1 എന്നായിട്ട് മാറും. അതായത് ഇയാൾ സ്റ്റേബിൾ ആവാൻ വേണ്ടി എസ്സിലെ ഒരു ഇലക്ട്രോണിനെ എടുത്ത് എങ്ങോട്ടേക്കിടും? 3Dയിലേക്കിടും. അപ്പം നമ്മുടെ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ ക്രോമിയം 24 1s2 2s2 2p6 3s2 3p6 3D5-4S1 3D5-4S1 ഇതിങ്ങനെ ബോക്സിലാക്കി വെക്കണം. 3D5-4S1 സാധാരണ എഴുതുന്നതിൻ്റെ തൊട്ട് എഴുതിയാൽ മതിയോ? ഇല്ല, ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ റീസൺ ആയിട്ട് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? D5 അതായത് ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ മറ്റേത് കോൺഫിഗറേഷനേക്കാളും ഹൈലി സ്റ്റേബിൾ ആണ്. ഇത് തന്നെയാണ് ആരുടെ കേസിലും? എഫിൻ്റെ കേസിലും. F14 ആണ്, അത് F7 ആയാലും F14 ആയാലും എന്താണ്? ഹൈലി സ്റ്റേബിൾ ആണ്. അവരും എന്ത് ചെയ്യും? റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്രോമിയം എഴുതി കഴിഞ്ഞാൽ കോപ്പറിൻ്റെ കാര്യവും എഴുതാം. ഇനി കോപ്പർ എങ്ങനെയാണ് എഴുതുന്നു നോക്കിക്കോ. കോപ്പർ 29 അല്ലേ? സാധാരണഗതിയിൽ നമ്മളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 3D9-4s2 3D9-4s2. ഇവിടെയും ഒരു സാധ്യത കിടക്കുന്നുണ്ട്. കാരണം ഇവിടെ 3D9 ആണ്. 3D9-4s2 ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്ത് എഴുതണം. എങ്ങനെ എഴുതണം? 3D10-4s1 എന്നാക്കി മാറ്റണം. 3D10-4s1 എന്നാക്കി മാറ്റണം. 3D10-4s1. അപ്പോൾ കോപ്പറിൻ്റെ ഈ കോൺഫിഗറേഷൻ നമ്മൾ എക്സാമിന് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടുമോ? ഇല്ല, മാർക്ക് കിട്ടില്ല. കാരണം ആ കോൺഫിഗറേഷൻ എന്താണ്? തെറ്റാണ്. എങ്ങനെ ശരിയായി എഴുതും? കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3D10-4s1 എന്തായി മാറും? 3D10-4s1. ഈ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗമാണ്. ഈ വർഷവും എടുത്തു ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചെഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ പെക്യുലാരിറ്റി ഓഫ് കോപ്പർ ആൻഡ് ക്രോമിയം ഓർ ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. ചിലപ്പോൾ അവർ എലമെൻറ്റ് എടുത്ത് പറയാതിരിക്കും. നിങ്ങളോട് അറ്റോമിക് നമ്പർ 24 എന്ന് മാത്രം പറഞ്ഞാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം എങ്ങനെ എഴുതാൻ പാടുള്ളൂ? 3D5-4s1 എന്ന് എഴുതാൻ വേണ്ടി പാടുള്ളൂ. 29 കോപ്പർ എന്ന് അവരെടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്? ഫൈനൽ ലാസ്റ്റ് പാർട്ട് 3D10-4s1 എന്നാണ്. ഓക്കെ അല്ലേ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്ലിയർ ആണോ? ഓക്കെ. അപ്പം നമ്മൾ 30 വരെ എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ വർഷം നമുക്ക് അത്ര വരെ പഠിക്കേണ്ടതുള്ളൂ. 30 വരെ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. 1 മുതൽ 30 വരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന കാര്യമേ പഠിക്കേണ്ടതുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അപ്പം ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് കൂടി എഴുതണം. അപ്പോൾ മാത്രമേ ഈ ഭാഗം ക്ലിയർ ആയിട്ട് പോവുള്ളൂ. ഇനി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ.
ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഷോർട്ട് ഫോമിൽ എഴുതാൻ വേണ്ടി ചോദിക്കും. ഷോർട്ട് ഫോമിൽ ചുരുക്ക രൂപത്തിൽ എഴുതാൻ. അതിന് നമ്മൾ നോബിൾ ഗ്യാസിനെ പരിചയപ്പെടണം. നോബിൾ ഗ്യാസ് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ ആൻഡ് റെഡോൺ, ഓർഗനസൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ, ഓർഗനസൺ. ഇത്രയും എണ്ണമാണ് നോബിൾ ഗ്യാസ്. അപ്പം ഇതിൽ നമ്മൾ എവിടം വരെ? ആർഗൺ വരെ 3 എണ്ണം ഓർത്ത് വെച്ചാൽ മതി. ഹീലിയവും നിയോണും ആർഗണും. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2, നിയോൺ 10, ആർഗൺ 18. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പഠിക്കാൻ പറ്റുന്ന ആളുകൾ മുഴുവനായിട്ടും പഠിക്കുക. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ ആൻഡ് ഓർഗനസൺ. ഓർഗനസൺ നമ്മുടെ 118ാമത്തെ മൂലകമാണ്. അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? നോബിൾ ഗ്യാസിലാണ് പെടുന്നത്. അപ്പോൾ ഏത് ഗ്രൂപ്പ്? 18ാമത്തെ ഗ്രൂപ്പ്, 18th ഗ്രൂപ്പ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ എഴുതുന്നത്? മഗ്നീഷ്യം എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കട്ടെ ഞാൻ. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. How to write the subshell electronic configuration of magnesium? എങ്ങനെയാണ് എഴുതുക? 1s2, 2s2, 2p6, 3s2. ആയോ? കോൺഫിഗറേഷൻ റെഡി ആയോ? 2, 4, 10, 12. ഓക്കെ. ഇനി ഷോർട്ട് ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മുടെ ആര് സഹായം തേടണം? നോബിൾ ഗ്യാസിൻ്റെ സഹായം തേടണം. അതായത് 2, 4, 10. 10 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ, ഇവിടെ 10 ഇലക്ട്രോൺസ് ആണ്. 10 ഇലക്ട്രോൺ ഉള്ള നോബിൾ ഗ്യാസ് ഏതാ? നിയോൺ ആണ്. ആ നിയോൺ എന്നുള്ള സിമ്പൽ കൊടുക്കുക. എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻക്ലോസ്ഡ് ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ്. അതൊരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. അപ്പോൾ ഇവിടം വരെയുള്ള ഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ? 1s2, 2s2, 2p6 കോമൺ അല്ലേ? ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇത്? നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാ. ആര് മാത്രമേ അതിന് അവശേഷിക്കുന്നുള്ളൂ? പുറത്ത് 3s2 ആണ്. ആ നിയോണിന് ശേഷം നമ്മൾ ആര് എഴുതാൻ പോവാണ്? 3s2. അപ്പം മഗ്നീഷ്യം എന്ന് പറയുന്ന എലമെൻറ്റിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ഷോർട്ട് ഫോമിൽ? നിയോൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസിൻ്റെ സഹായം ഉപയോഗപ്പെടുത്തി എഴുതാം. ഈ നിയോണിനെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. അവശേഷിക്കുന്ന ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം അങ്ങോട്ട്, ഈ സബ്ഷെല്ല് മാത്രം അങ്ങോട്ടേക്ക് എഴുതുക. മറ്റൊരു ഉദാഹരണം കാണിക്കുക. പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പഠിക്കൊന്നും വേണ്ട, അത് ചെയ്തങ്ങ് ശരിയാകും. അപ്പോൾ അടുത്ത ആള് സോഡിയത്തിന് എടുക്കട്ടെ ഞാൻ. 11 സോഡിയം. നിങ്ങൾ പറയേ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? 1s2, 2s2, 2p6, 3s1 അല്ലേ? 1s2, 2s2, 2p6, 3s1. ഈ 2p6 വരെ ആരാ? 2p6 വരെ 10 ഇലക്ട്രോണ് നിയോണാണ്. നിയോണിനെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കാണിക്കുക. ആര് പുറത്ത്? 3s1 പുറത്ത്. അപ്പം നിയോണ് 3s1. ഇനിയിപ്പോൾ ക്രോമിയമാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കൂ. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? 24 ആണ്, 24 ആണ്. 24 ക്രോമിയം. എങ്ങനെ എഴുതും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. മാറിപ്പോകരുത്. 3d5, 4s1. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ നോബിൾ ഗ്യാസിനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ടുപുറകിലുള്ള, ഈ ക്രോമിയത്തിന് തൊട്ടുപുറകിലുള്ള നോബിൾ ഗ്യാസ് ഏതാ വരുന്നത്? നോബിൾ ഗ്യാസ് 2, 4, 10, 12, 6, 18 ഇലക്ട്രോൺസ് വരുന്ന ആർഗൺ ആണ് തൊട്ടുപുറകിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരെ എടുക്കും? ആർഗണിനെ എടുക്കും. ആർഗണിനെ എങ്ങനെ കാണിക്കണം? സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കാണിക്കണം. അതായത് ബാക്കി ആരവശേഷിക്കുന്നുണ്ട്? 3d5, 4s1. അപ്പോൾ ക്രോമിയം എങ്ങനെയാണ് എഴുതേണ്ടത്? 24 ക്രോമിയം, ആർഗൺ, 3d5, 4s1 അല്ലേ?
ആർഗൺ 3d5 4s1. ആർഗൺ വരെ 18 വരെ ആര് സഹായം തേടാം? 10നും 18നും ഇടയിലാണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് നിയോണിന് ഉപയോഗിച്ചിട്ട്, 2നും 10നും ഇടയിലാണെങ്കിൽ ഹീലിയത്തിനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനിയിപ്പോൾ നമുക്ക് സ്കാൻഡിയമാണ് എഴുതേണ്ടതെന്ന് നോക്കൂ. സ്കാൻഡിയം ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. പൊട്ടാസ്യമാണ് എഴുതുന്നതെന്ന് വിചാരിക്കൂ. പൊട്ടാസ്യം 19. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സാധാരണ പോലെ എഴുതുമ്പോൾ 2s2 2p6 3s2 3p6 4s1. ഇനി ഇത് ചുരുക്കി എഴുതണ്ടേ? ചുരുക്കി എഴുതുമ്പോൾ 2 4 10 12 18 18 ആരാ? ആർഗണാണ്. നോബൽ ഗ്യാസ് ആണെന്ന് എഴുതാവൂ. ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്ത് 4s1. അപ്പം ഇങ്ങനെയാണ് ചുരുക്കി എഴുതേണ്ടത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം 1 മുതൽ 20 വരെ ഉള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. അത് നിർബന്ധമായിട്ടും ചെയ്യണം. 21 മുതൽ 30 വരെ നമ്മൾ ഇന്ന് എഴുതി പഠിച്ചതാ. ഇത് ഒരു തവണ എഴുതിയാലൊന്നും നമുക്ക് ക്ലിയർ ആവുമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എഴുതി അത്ര തവണ എഴുതിയാലും മാത്രമേ നമ്മളെ മനസ്സിലത് ആ സാധനം ഉറയ്ക്കുള്ളൂ. അപ്പോൾ അത്രയും തവണ അത് എഴുതി നോക്കുക. പേപ്പർ എടുത്തിട്ട് എഴുതുക. എഴുതാണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ മുന്നോട്ട് പഠിക്കാനാവില്ല. നല്ല രസമാണ് ഇങ്ങനെ എഴുതി വരുമ്പോൾ. അത്രയും എളുപ്പമായിക്കോളും അത്. ഇനി ഷോർട്ട് ഫോമിൽ എഴുതുന്ന കാര്യം. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് ഫോം എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വിശദീകരിച്ചിട്ട് ഓരോ സബ്ഷെല്ലും കാണിച്ചു കൊണ്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ നോട്ടൊക്കെ നല്ല കൃത്യമായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മൾ ഈ സംശയങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സെക്ഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ താങ്ക് യു.